നല്ല പുളി. ഹായ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് നാരങ്ങ അച്ചാറാണ്. നാരങ്ങ അച്ചാർ പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്. കുട്ടികളൊക്കെ ആയിക്കോട്ടെ, വലിയവർക്ക് ആയിക്കോട്ടെ, വയസ്സായവർക്കായിക്കോട്ടെ, എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഈ നാരങ്ങ അച്ചാർ. നമുക്ക് എന്തൊരു ഫംഗ്ഷൻ ആയിക്കോട്ടെ, എന്തിനും ഇപ്പോൾ നമുക്കൊരു അച്ചാർ വേണം, നാരങ്ങ അച്ചാർ. അതാണ് നല്ല ടേസ്റ്റി ആയിരിക്കും. നമ്മൾ കടയിൽ പോയാലും നമുക്ക് നാരങ്ങ അച്ചാർ കണ്ട ഭയങ്കര ഇഷ്ടമായിരിക്കും. നാരങ്ങ അച്ചാർ പറഞ്ഞ ഇഷ്ടമാണ്. എല്ലാ ഭക്ഷണത്തിൽ കൂടെയും കഴിക്കാൻ പറ്റിയതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് നാരങ്ങ അച്ചാർ. അപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫംഗ്ഷൻ വരികയാണെങ്കിലും വേറെ എന്തിനാണെങ്കിലും കൂടുതൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ നമുക്കൊരു ജോലിക്ക് പോവാണ്, പെട്ടെന്ന് നമുക്കൊരു തൈരും ചോറും എടുത്തു, കറിയില്ലെങ്കിലും ഒരു പൊട്ട അച്ചാറെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ കൂടുതൽ ദിവസങ്ങൾ എടുത്തു വെക്കാൻ പറ്റിയതാണ് ഈ നാരങ്ങ അച്ചാർ. ഈ നാരങ്ങ തന്നുവിട്ടിരിക്കുന്നത് വടക്കഞ്ചേരിയിൽ നിന്നാണ്. വടക്കഞ്ചേരിയിൽ നിന്ന് തന്നുവിട്ട ഒരു കുട്ടിയാണ്, ജിജിഷ പറഞ്ഞ ഒരു കുട്ടിയാണ് എനിക്ക് ഈ നാരങ്ങ തന്നുവിട്ടിരിക്കുന്നത്. അപ്പൊ വടക്കഞ്ചേരിയിൽ നിന്ന് എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും നാരങ്ങ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിലെ ഒരു 3 കിലോ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അവരുടെ വീട്ടിൽ ഒരു വലിയ മരം ഉണ്ടായിരുന്നു അത്ര. അപ്പൊ ചേച്ചി നിങ്ങളൊരു ഷൂട്ടിന് നിങ്ങളത് എടുത്തോളി, ഒരു അച്ചാർ ഉണ്ടാക്കിയിട്ട് ഒരു ഷൂട്ട് പിടിയുമിട്ട് അങ്ങനെ എനിക്ക് കൊണ്ടുവന്ന് തന്നതാണ്. അപ്പൊ അതാണ് ഞാനിപ്പോ ഈ ഷൂട്ടിനും കൂടി എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പാത്രത്തിൽ നാരങ്ങ. ജിജിഷിന്റെ നാരങ്ങയും കൊണ്ട് നമുക്കിപ്പോ വീഡിയോ തുടങ്ങാം. അപ്പൊ പിന്നെ നമുക്ക് ഫസ്റ്റ് അതിലേക്ക് എന്തൊക്കെയാ വേണ്ടതെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് വേണ്ടത് നമുക്ക് നാരങ്ങ. അപ്പൊ ഇത് നാരങ്ങ ഇഷ്ടംപോലെ ആ കുട്ടി തന്നതുണ്ട്, നോക്കോളൂ. പിന്നെ വേണ്ടത് നല്ലെണ്ണ, സാദാ മുളക് പൊടി, കാശ്മീർ മുളക് പൊടി, വറ്റൽ മുളക്, കടുക്, വെളുത്തുള്ളി, കായം, ഉൽവ പൊടിച്ചത്, പഞ്ചസാര, വിനീഗർ, കല്ലുപ്പ്, ഇത്രയും വേണ്ടതാണ് നമ്മൾക്ക് ഈ അച്ചാറിനുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു ഉരുളിയോ വേറെ ഏത് പാത്രമാണെങ്കിലും വെച്ചിട്ട് ഫസ്റ്റ് നമുക്കൊന്ന് വെള്ളം തിളപ്പിക്കണം. ഈ നാരങ്ങ ഒന്ന് തിളച്ച വെള്ളത്തിലിട്ട് എടുക്കേണ്ടതാണ്. ഫസ്റ്റ് നമുക്ക് വെള്ളം വെക്കാം. അപ്പൊ ഞാൻ ഉരുളി വെച്ചു കൊടുത്തു. വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. 2-3 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം ഒന്ന് നന്നായി തിളക്കട്ടെ. ഞാനിപ്പോ കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട് 1 കപ്പ്. വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പൊ ഉപ്പൊക്കെ അലിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ നാരങ്ങ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളം തിളക്കുന്നുണ്ട്. ഇതിന്റെ നേരെ ഇങ്ങനെ മുകളിൽ വെള്ളം നിൽക്കണം. ഒന്ന് ഇത്തിരി ഇരിക്കട്ടെ. നമ്മുടെ നാരങ്ങ ഒന്ന് എന്തായി നോക്കട്ടെ. നാരങ്ങ ഇങ്ങനെ എടുത്തു നോക്കി കഴിയുമ്പോൾ നമുക്കിങ്ങനെ അമുങ്ങണം. ഗ്യാസ് ഓഫ് ആക്കാം. ഇനി നമുക്ക് അതിനെ ഒന്ന് പാത്രത്തിലേക്ക് കോരിയിടാം. അത്രേ ആവാവൂ. അപ്പൊ അങ്ങനെ നമ്മുടെ നാരങ്ങയൊക്കെ ചുടുവെള്ളത്തിലിട്ട് എടുത്തു കഴിഞ്ഞു. നാരങ്ങ ഇങ്ങനെ ഓരോന്നും പൊട്ടാതെ സൂക്ഷിക്കണം. അങ്ങനെ ആയിരിക്കണം എടുക്കേണ്ടത്. അപ്പൊ ഇത് നല്ല പോലെ ഒന്ന് ചൂടാറട്ടെ. അപ്പൊ അങ്ങനെ നമ്മുടെ നാരങ്ങ നല്ല പോലെ ചൂടാറിയിട്ടുണ്ട്. ഇതാ നോക്കോളൂ, നല്ല ചൂടാറിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് ഈ നാരങ്ങനെ നല്ലോണം ഒന്ന് തുടച്ചെടുക്കണം. അത് കണ്ടില്ല, ഇങ്ങനെ ഇടയ്ക്ക് ഒരു ഇതിന്റെ ഇതൊക്കെ ഉണ്ടാവും, എന്താ പറയാ, വെള്ളം ഉണ്ടാവും ഇതെവിടെയൊക്കെ. അത് കാരണം നമ്മൾക്ക് ഇതിനെ ഒന്ന് നല്ല പോലെ തുടച്ചിട്ട് ഇങ്ങനെ പാത്രം നല്ല പോലെ ഒന്ന് തുടച്ച പാത്രത്തിലേക്ക് ഇതിനെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് തുടച്ചെടുക്കാം. പൊട്ടാതെ ഇരിക്കും വേണം. അപ്പൊ അങ്ങനെ നമ്മുടെ നാരങ്ങയൊക്കെ നല്ലപോലെ തുടച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യണം. കട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഏതാണ് ഒരു നാരങ്ങ എടുക്കുക. ഈ നാരങ്ങ എടുത്തിട്ട് ഇതിന്റെ ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. ഇതാ ഇങ്ങനെ കട്ട് ചെയ്യുക. അതേപോലെ ഇതിന്റെ ഇതാ ഇങ്ങനെ കട്ട് ചെയ്യുക. ഇങ്ങനെയാണ് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് കഴിഞ്ഞതും നമ്മളൊരു ചെറിയ കത്തി വെച്ചിട്ട് ഇതിന്റെ കുരുവൊക്കെ തള്ളിക്കളയും. ഈ കുരുവിനെയൊക്കെ ഒന്ന് ഇങ്ങനെ നമ്മൾ നോക്കി തെരഞ്ഞ് ഇതിന്റെ കുരുവൊക്കെ കണ്ടുപിടിച്ച് കുരുവൊക്കെ നീക്കം ചെയ്യണം. അങ്ങനെ കുരുവ് പെടാതെ നോക്കണം. കുരുവ് പെട്ട് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നല്ല കശിപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. ഇത്ര കുരുവൊന്നും കാണാനില്ല അതില്. ഇതാ ഇങ്ങനെ കട്ട് ചെയ്യുക. ഇനി ഒന്നും കൂടി കട്ട് തരാം എങ്ങനെയാണെന്ന്. ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണം. ഇതിങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ കൈ തട്ടാതെ സൂക്ഷിക്കും വേണം. ഇങ്ങനെ വെച്ചിട്ട് മെല്ലെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെയാക്കി ഇതാ ഇങ്ങനെ ഒരു കട്ട് ചെയ്യല്. ഇതാ ഇത്രയേ കട്ട് ചെയ്യണ്ടുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരുപാട് നീര് പുറത്തും പോകണില്ല. കുരുവ് പ്രത്യേകം ഞാൻ പറയേണ്ടത് നീക്കാൻ, അല്ലെങ്കിൽ നല്ല കശിപ്പുണ്ടാവും.
ഇതിനെയൊക്കെ ഇങ്ങനെ കീറിയിട്ടൊക്കെ നോക്കാം നമുക്ക്. ഇങ്ങനെ എല്ലാതും ഇതെല്ലാം നീക്കം ചെയ്ത് ഇതിലേക്ക് ഞമ്മ ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് നാരങ്ങയ്ക്ക്. അപ്പൊ ഇതേപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കണം. അപ്പൊ അങ്ങനെ നമ്മുടെ എല്ലാം മുറിച്ച് കുരുവൊക്കെ എടുത്തു കഴിഞ്ഞു. കണ്ടില്ലേ ഓരോന്നാക്കിയിട്ട് ഞാൻ എടുത്തിരിക്കണ. ഇനി നമുക്ക് ഇതിലേക്ക് കൊട്ടിയിട്ട് ഒന്ന് ഉപ്പ് പുരട്ടിയിട്ട് ഒരു മിനിറ്റ് ഇങ്ങനെ വെക്കണം. അപ്പൊ ഞാൻ അതെങ്ങനെയാണെന്ന് കാട്ടിത്തരാം. പൊടിയുപ്പാണ് എടുത്തിരിക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല 3 ടേബിൾ സ്പൂണ്. നമുക്കൊന്നിങ്ങനെ ഇളക്കി വെക്കാം. ഇപ്പൊ നമ്മള് ഇതിലൊക്കെ ഉപ്പൊന്ന് നന്നായി പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ഇതിൽ ഇട്ട് കൊടുക്കണം. അപ്പൊ നമ്മളതിൽ സെറ്റാക്കി വെച്ച് കഴിഞ്ഞു. ഒരു മിനിറ്റ് 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്കിപ്പോ ഇതിന് വേണ്ട കൂട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. ഉരുളി വെച്ച് കൊടുക്കണ മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. പിന്നെ ഇപ്പൊ നമ്മൾക്ക് നിറയെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ നല്ലെണ്ണയിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും കിട്ടും, നല്ല മണവും കിട്ടും, നന്നായിരിക്കും. വെളിച്ചെണ്ണയിലാകുമ്പോ എന്താണ്, നമ്മൾ എപ്പോഴും ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും. പിന്നെ പെട്ടെന്ന് കഴിച്ചെടുക്കണം. അതായത് 1 മാസം അല്ലെങ്കിൽ ഒരു 15 ദിവസം ഒക്കെ ഇരിക്കുള്ളൂ. നല്ലെണ്ണയിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര മാസങ്ങൾ അങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. വെളിയിലാണെങ്കിലും വെക്കാം. ആ വെളിയിൽ എങ്ങനെ എടുത്തു വെക്കേണ്ടതെന്നും കൂടി ഞാൻ കാണിച്ചു തരാം അതിൽ കൂടെ നിങ്ങൾക്ക്. അപ്പൊ ഫസ്റ്റ് വേണ്ടത് നമുക്കൊരു ഉരുളി വെച്ച് കൊടുക്കാം. ഉരുളി വെച്ച് കൊടുത്തു കഴിഞ്ഞതും ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുള്ളൂ. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കടുക് വേഗം പൊട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത്ര എണ്ണ എനിക്ക് ഇതിലേക്ക് ആവശ്യമുണ്ട്. അപ്പൊ കടുക് വേഗം പൊട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിയ ശേഷം ഈ എണ്ണ മുഴുവനും ഒഴിക്കുള്ളൂ. അതും കൂടെ കാണിച്ചു തരാം. കുറച്ച് നല്ലെണ്ണയാണ്, കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് പൊട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്ര എണ്ണ ഒഴിച്ചു കൊടുത്തത്. നമുക്കിനി കുറച്ച് എണ്ണ എടുത്ത് വെച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാറ്റി വെക്കാം. ഇതും കൂടെ ആവശ്യമുണ്ട്. ഞാൻ അത് എന്തിനാണെന്ന് പറഞ്ഞുതരാം. കടുക് അങ്ങോട്ട് നന്നായി പൊട്ടിക്കഴിഞ്ഞു. കപ്പലമുളക് ഒരു 10 കപ്പലമുളകുണ്ട്. ഞാൻ അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തീ നല്ല കമ്മിയാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഓരോന്നും ഇട്ട് കൊടുക്കണമെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ചൂടാകാൻ പാടില്ല. മെല്ലെ തീ താത്തി വെച്ചിട്ടാണ് നമ്മൾ ഓരോന്നും ഇട്ട് കൊടുക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കണം. മുളക് അതുകൊണ്ടല്ലേ കരിയാതെ ഇരിക്കണം. നമ്മ തീ കമ്മിയാക്കി വെച്ച് മെല്ലെ ഇട്ട് കൊടുത്ത് കരിയാതെ ഇരിക്കണം മുളകും. ഇനിയിപ്പോ ഞാൻ അടുത്തതായിട്ട് 2 വലിയ കുടം വെളുത്തുള്ളി നൈസായി അരിഞ്ഞതാണ് ഇതിലിട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് മൂക്കട്ടെ. പച്ച മണം പോയാൽ മതി. നല്ല ബ്രൗൺ കളർ വരണമെന്നില്ല. ഒരു പച്ചപ്പ് ഇതിന്റെ മണം ഒന്ന് പോയി കിട്ടിയാൽ മതി. ഒന്ന് ആയിട്ടെ. അപ്പൊ അങ്ങനെ നമ്മുടെ വെളുത്തുള്ളിന്റെ പച്ചപ്പൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് എന്താണ്, ഉലുവപ്പൊടി. ഉലുവപ്പൊടി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അതാ ഞാൻ 1 ടേബിൾ സ്പൂൺ പച്ച ഉലുവ പൊടിച്ചു വെച്ചതാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് കായം ഇതിങ്ങനെ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. കായം ഇട്ട് കൊടുത്തു കഴിഞ്ഞ് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഇതൊരു 1/4 കിലോ ഉണ്ട്. ഇത് 3 കിലോ നാരങ്ങയാണ്. അപ്പൊ ഞാൻ 1/4 കിലോ മുളക് പൊടി എടുത്തിട്ടുണ്ട്. നോക്കിക്കോളൂ. തീ കമ്മിയാക്കി വെച്ചിട്ട് വേണം ചെയ്യണമെങ്കിൽ. പ്രത്യേകം പറയുന്നുണ്ട്, കാശ്മീർ മുളക് പൊടി എരിവുണ്ടാവില്ല, നമുക്ക് കളറിന് വേണ്ടിയിട്ടാണ്. 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ കുറച്ചും കൂടെ നല്ലെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് പറഞ്ഞല്ലോ, അതും കൂടെ നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതിലിപ്പോ ഞാൻ 1/2 ലിറ്റർ നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടത്ത് ഇനി നമുക്ക് 1/2 ടേബിൾ സ്പൂണ് മഞ്ഞപ്പൊടിയും കൂടി ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നോക്കിക്കോളൂ, കുറച്ച് മതി. ഇത് നല്ല പോലെ ഒന്ന് ഇതാവട്ടെ. പച്ചപ്പ് നന്നായി പോണം. അതിന്റെ മുളക് പൊടിന്റെ മണം പളച്ചെന്ന് പോണം. അത് വരെ ഇളക്കി കൊടുക്കണം. അപ്പൊ നമ്മുടെ മുളകും ഇതിന്റെയൊക്കെ പച്ച മണം പോയി കിട്ടി. നമുക്ക് ഇനി രണ്ടാമത് ഇട്ട് കൊടുക്കേണ്ടത് പഞ്ചസാര. ചെറിയ കപ്പിന് ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. പഞ്ചസാര വേണം എന്നുള്ളവർക്ക് ഇടാ, ഇല്ലാത്തവർക്ക് വേണ്ട. ഞാനിപ്പോ ഇതിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നോക്കിയിട്ട് നമുക്കിനി ഉപ്പിട്ട് കൊടുക്കാം. അപ്പൊ ഇതിന്റെ എല്ലാ പച്ച മണമൊക്കെ നന്നായി പോയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നാരങ്ങനെ കട്ട് ചെയ്ത് വെച്ചതിന് ഇതിലൊന്ന് കൊട്ടിക്കൊടുക്കാം.
ഇതിൽ ഞാൻ നേരത്തെ ഉപ്പൊക്കെ ഇട്ടുണ്ട്, ഇതിൽ വെള്ളമൊക്കെ ഉണ്ട്. അതൊന്നും പേടിക്കണ്ട, അങ്ങനെ കൊട്ടി കൊടുത്തോളൂ. ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പൊ അങ്ങനെ അച്ചാറൊക്കെ നമ്മുടെ അങ്ങനെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വിനീഗർ ഒഴിച്ചു കൊടുക്കണം. വിനീഗർ ഒഴിച്ചു കൊടുത്താലും ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ നാരങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫാക്കി ഇടാം. എന്നിട്ട് ഇത് എങ്ങനെയാണ് സൂക്ഷിച്ചു വെക്കുന്നതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഭരണിയിൽ വെക്കണം, അതെങ്ങനെയാണെന്നും കൂടെ കാണിച്ചു തരാം. അപ്പൊ ചൂടൊക്കെ ഒന്ന് ആറട്ടെ. അങ്ങനെ ബാബു, നമ്മുടെ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നാരങ്ങ അച്ചാറ് ഗംഭീരമായിട്ടുണ്ട്. കിട്ടിക്കാച്ചി നാരങ്ങ അച്ചാറ്, നമ്മുടെ നാടൻ നാരങ്ങ അച്ചാറ്. സംഭവം പുഷ്പമ്മ ഗംഭീരമായിട്ട് കാണുമ്പോ തന്നെ അറിയാം, അതിന്റെ ഒരു ലുക്ക് അറിയാം. എന്തായാലും അത് ഇളക്കിയൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ കണ്ടില്ലേ, സംഭവം കിടുക്കാച്ചി അച്ചാറായിട്ട്. വെള്ളം പോലെയല്ല, നല്ല ഗ്രേവിയൊക്കെ നല്ല കനത്തിൽ തൊട്ട് നക്കാൻ പറ്റിയ, വായിൽ വെള്ളമൂറുന്ന കിടുക്കാച്ചി അച്ചാറ്. അപ്പം എന്നാലും ഈ കിടുക്കാച്ചി അച്ചാർ ടേസ്റ്റ് ചെയ്യാതിരുന്നാൽ വളരെ മോശമായി. ഒരേടി നമ്മൾ ആ പാത്രത്തേക്ക് സെറ്റ് ചെയ്ത് എടുത്തു വെക്കുന്നത് കാണിച്ചു തരാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അച്ചാറിന്റെ ഉണ്ടാക്കുന്ന ശൈലി കണ്ടപ്പോൾ നന്നായിട്ടൊന്ന് കഴിച്ചു നോക്കാൻ തോന്നി. അപ്പൊ എന്നാലും കഴിച്ച് ടേസ്റ്റ് പറഞ്ഞിട്ടേ ഇനി ആക്കുന്നുള്ളൂ. അപ്പൊ പുഷ്പമ്മ ഒരു പീസ് എടുത്ത് കഴിക്കട്ടെ. ഇതിന്റെ ഇങ്ങനെ നമ്മള് സദ്യയിലൊക്കെ നുള്ളു തൊടില്ലേ, അതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വിരലുകൊണ്ട് ആദ്യം എടുത്തിട്ട് എന്ത് പറയാനുണ്ട്, ഇത്തിരി കയ്പൊക്കെ ഉണ്ട്. പുളിയും കയ്പൊക്കെ ഉണ്ട്. പക്ഷെ അത് ഈ വെച്ച് ഇപ്പൊ തന്നെ കഴിക്കുമ്പോ അതിന്റെ പൂർണ്ണമായിട്ടുള്ളൊരു ടേസ്റ്റ് അറിയില്ല അല്ലെ. അത് കഴിയണം. എന്തായാലും നമുക്ക് നാരങ്ങ ഒന്ന് കഴിച്ചു നോട്ടെ. എന്നല്ല നല്ല പുളി, പുളി 2 ദിവസം കഴിഞ്ഞാൽ ശരിയാവും. ഭരണിയിലിട്ട് വെച്ച് സെറ്റ് ആവണല്ലേ. ഭരണിയിലിട്ട് 2-3 ദിവസം ഇങ്ങനെ വെച്ച് സെറ്റ് ആയാലാണ് അച്ചാറിന്റെ പൂർണ്ണ രൂപത്തേക്ക് എത്തുള്ളൂ. വെച്ചതും ഉടനെ എടുത്ത് കഴിക്കാൻ പറ്റില്ല. പറ്റുകയാണെങ്കിൽ ഇങ്ങനെ പുളിപുളിന്നാവും. നമ്മൾക്ക് അച്ചാറൊന്നും പുറത്തൊന്നും മേടിക്കണ്ട. വീട്ടിലാണെങ്കിൽ കുറച്ച് വെച്ച് ചെയ്യാൻ, ഒരു 10 എണ്ണം 15 എണ്ണം ഒക്കെ കിട്ടുകയാണെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി അടിപൊളിയായിരിക്കും. നമുക്ക് ഭക്ഷണം കൊണ്ടുപോകുമ്പോഴായിക്കോട്ടെ, വേറെ എന്തിനും ശരിക്കും ഒരാഴ്ച മുമ്പില്ല എന്തെങ്കിലും ഒരു പ്രോഗ്രാമോ എന്തെങ്കിലും പരിപാടി പ്ലാൻ ഉണ്ടെങ്കിൽ അതിന്റെ ഒരാഴ്ച, ഒരു 2-3-4 ദിവസം മുമ്പ് ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഭരണിയിലാക്കി വെച്ചാൽ ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുത്താൽ കിടുക്കാച്ചായിരിക്കും. അപ്പൊ എന്തായാലും എല്ലാവരും അങ്ങനെ ചെയ്യുക. അപ്പൊ നമുക്ക് ഈ നാരങ്ങ സ്പോൺസർ ചെയ്ത നമ്മുടെ മറ്റേ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ജിജിഷയ്ക്ക്, വടക്കഞ്ചേരിയിലെ ജിജിഷയ്ക്ക് താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമ്മളിത് അവസാനിപ്പിക്കാം അല്ലെ. അവസാനിപ്പിക്കണം. അപ്പൊ എല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം, ബെൽബട്ടൺ കൊടുക്കണം. എന്നാലും അടുത്ത് കിടക്കാച്ചി വീടാകണമെന്നുള്ളൂ. എന്തായാലും ബൈ പറയുന്നില്ല. നമുക്ക് ഭരണിയിൽ എങ്ങനെ ആക്കി സെറ്റ് ആക്കണമെന്നും കൂടി പുഷ്പമ്മ പറഞ്ഞു തരും. അതോടെ നമുക്ക് നമ്മുടെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഭരണിയിലേക്ക്